ഹലോ, ഞാൻ ദേവനാ. മനസ്സിലായി. ഞാൻ ആസൂരനാ. കാര്യം പറ. നിങ്ങൾ ബന്ദിപ്പൂരിൽ നിന്ന് തിരിച്ചെത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എത്തി. കുറച്ച് സമയം ആയതേ ഉള്ളൂ. ഞാൻ ഇന്നലെ രാത്രി വന്നു. കാര്യങ്ങൾ എന്തായി? എതിയെ കണ്ടുകിട്ടിയോ? ഇല്ല. ഇല്ലെന്നോ? അതെങ്ങനെ ശരിയാവും? അയാൾക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾ അന്വേഷിച്ചല്ലേ? യതിക്ക് ചിലപ്പം പെട്ടെന്ന് മാറിക്കളയേണ്ട സാഹചര്യം വന്നു കാണും. എത്ര മുങ്ങിയാലും ബാക്കി പൈസ വാങ്ങാൻ അവൻ വരാതിരിക്കില്ല. അയാൾ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. തമ്പി അങ്കിൾ മരിച്ചോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക്. അക്കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉറപ്പ് തരാൻ പറ്റുമോ? ഏത് തമ്പിയുടെ കഥ കഴിച്ചിട്ടുണ്ട്, അത് ഉറപ്പല്ലേ? അടിച്ച് നിലംപരിശാക്കി പിടിച്ച് കെട്ടിയിട്ടവനെ കൊല്ലാനാണോ യതിക്ക് ബുദ്ധിമുട്ട്? അവൻ അതൊരു ഉറുമ്പിനെ കൊല്ലുന്ന പോലെയല്ലുള്ളൂ. എനിക്കിപ്പോ സംശയം തമ്പി അങ്കിൾ യതിയെ കൊന്നു കാണുമെന്നാ. അല്ലെങ്കിൽ പിന്നെ യതി എവിടെ പോയി? അതുമല്ലെങ്കിൽ രണ്ടുപേരും തോളിൽ കൈയിട്ട് ചിരിച്ചുകൊണ്ട് തിരിച്ചു വരുമോ? ദേവരാജ, നിങ്ങൾ അവിടെ സമാധാനമായിട്ടിരിക്കുക. യതി ആരാ മോൻ? എനിക്കറിയില്ല. അവസാനം നമ്മൾ ഈ ചെയ്തു കൂട്ടിയതൊക്കെ വെറുതെ ആവൂന്ന എന്റെ പേടി. സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഞങ്ങൾ ഏറ്റെടുത്ത ജോലി ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു. ഇങ്ങനെയാണോ ഭംഗിയായിട്ട് ചെയ്യുന്നത്? കൊല്ലാൻ പോയവനെ കാണാനുമില്ല, ചത്തവനെ കുറിച്ചൊരു വിവരവുമില്ല. ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഷാർപ്പായിട്ട് ചെയ്യണ്ടേ? ഞങ്ങളെ കണ്ടുപിടിക്കുക. ഏറ്റെടുത്ത ജോലി ഒരു പിഴ പോലും പറ്റാതെ തീർത്തു തന്നില്ലേ? അതിനിപ്പോ എന്ത് സംഭവിച്ചു എന്നാ? യതി വരാൻ ഇത്തിരി വൈകും. അതിനെന്താ? നിങ്ങൾക്ക് തമ്പിയുടെ ശവം കണ്ടാ പോരെ? യതി വന്നാലെന്താ, പോയാലെന്താ? നിങ്ങളും കൊള്ളാം, നിങ്ങളുടെ പ്രൊഫഷണൽ കില്ലറും കൊള്ളാം. ദേ, ഇവിടെ അമ്മ പോലീസ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ മുറ പോലെ നടന്നോട്ടെ. മോനെ, അമ്മ വന്നു. ഞാൻ പിന്നെ വിളിക്കാം. എടാ ഹരി, തുറക്കടാ. തുറക്കുന്നു മാം. എടാ മോനെ, നരേന്ദ്രൻ തമ്പിയെ കാണാനില്ലെന്ന് വാർത്ത ടിവിയില്. കാണാനില്ലെന്ന്? തമ്പി എന്താ വഴിയറിയാത്ത കുട്ടിയാണോ കാണാതാവാൻ? നീ വാ, ടിവിയിൽ ഇപ്പൊ അതാ പറഞ്ഞോണ്ടിരിക്കുന്നേ. കൊറേ നാളായി സുഖമുള്ള ഒരു വാർത്ത കേട്ടിട്ട്. നീ വാ. വാടാ. ഇതാ വരുന്നമ്മേ. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ല. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ പിരിഞ്ഞു. KM 6-3-3-6. ആ ചാനലിലെ വാർത്ത കഴിഞ്ഞു. ഇനി വേറൊരു ന്യൂസ് ചാനൽ വെച്ച് നോക്കാം. ലക്ഷ്മി നരസിംഹസ്വാമി വാരി ലീല പ്രമുഖ വ്യവസായിയും പ്ലാന്ററുമായ നരേന്ദ്രൻ തമ്പി എന്നയാളിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായതായി അഭ്യൂഹം. നരേന്ദ്രൻ തമ്പിയുടെ മകളായ ശീതൾ എന്ന പെൺകുട്ടിയെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൽപ്പന തിവാരി എന്നൊരു സ്ത്രീ തട്ടിക്കൊണ്ടുപോയതായി പറയപ്പെടുന്നു. നരേന്ദ്രൻ തമ്പിയുടെ മകളെ ബന്ദിയാക്കി വെച്ചുകൊണ്ട് കൽപ്പനയും മുംബൈയിൽ നിന്നുള്ളവരെന്നും സംശയിക്കപ്പെടുന്ന അധോലോക സംഘവും നരേന്ദ്രൻ തമ്പിയെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായി തമ്പിയുടെ ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു. മകളെ വിട്ടുകൊടുക്കണമെങ്കിൽ കൽപ്പന ആവശ്യപ്പെടുന്ന മോചനദ്രവ്യം നൽകണമെന്നായിരുന്നു ഭീഷണി. കൽപ്പന നിർദ്ദേശിച്ചതനുസരിച്ച് കൂടിക്കാഴ്ച നടത്തുവാനും മകളെ വീണ്ടെടുക്കുവാനുമായി കർണാടകയിലെ ബന്ദിപ്പൂരിലേക്ക് പോയ നരേന്ദ്രൻ തമ്പിയെ പറ്റി ഇപ്പോൾ വീട്ടുകാർക്കോ പോലീസിനോ യാതൊരു അറിവുമില്ല. നരേന്ദ്രൻ തമ്പി 1 വർഷം മുമ്പാണ് വിവാഹം കഴിച്ചത്. പൂർവ്വബന്ധത്തിലുള്ള മകളെയാണ് മുംബൈ അധോലോകവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന കൽപ്പന തിവാരി തട്ടിക്കൊണ്ടുപോയത്. കൽപ്പന ഒരു കൊലപാതക കേസിൽ പ്രതിയായി 14 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം അടുത്ത കാലത്താണ് പുറത്തിറങ്ങിയത്. മുംബൈ അധോലോകവുമായി മുമ്പ് ബന്ധമുണ്ടായിരുന്ന നരേന്ദ്രൻ തമ്പിയോടുള്ള കുടിപ്പകയാണ് ഈ സംഭവങ്ങൾക്ക് പിന്നിലെന്ന് പോലീസ് കരുതുന്നതായി ഞങ്ങളുടെ പത്തനംതിട്ട ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. തട്ടിക്കൊണ്ടുപോയ ശീതൾ എന്ന 17-കാരി പെൺകുട്ടിക്കോ മകളെ അന്വേഷിച്ചു പോയ നരേന്ദ്രൻ തമ്പിക്കോ എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. ബന്ധുക്കളുടെ പരാതിയിന്മേൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. റെയിൽവേ ചാർജ് വർധനവിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തിയ സമരത്തിൽ നരേന്ദ്രൻ തമ്പിയല്ലേ കക്ഷി. 2 ദിവസം കഴിയുമ്പോ മകളെ കൊണ്ട് തിരിച്ചു വരും. പിന്നെ മുംബൈ അധോലോകമായിട്ടാണ് കളി. ഇവിടെ വന്ന ആള് കളിക്കുന്നത് പോലെ മുംബൈക്കാരോട് കളിച്ചാലേ വിവരം അറിയൂ. തമ്പി അവിടെ സകല അടവും പാറ്റി തെളിഞ്ഞവനല്ലേ അമ്മേ?
കൽപ്പന അതിനേക്കാൾ അടവ് പഠിച്ചവളാ. ഞാനൊരു ദിവസം കണ്ടു അവളെ. യക്ഷി എന്ന് വെച്ച അവളാണ് വടയക്ഷി, രൂപം കൊണ്ടും ഭാവം കൊണ്ടും. നരേന്ദ്രൻ തമ്പിയെ മോളെയും ഇനി തിരിച്ചു കിട്ടോ ഹരീഷേ? അതെനിക്കെങ്ങനെ അറിയാം? ചില കാര്യങ്ങളിലൊക്കെ ഹരീഷിനൊരു സിക്സ്ത് സെൻസ് ഉണ്ടല്ലോ. ലക്ഷണം കണ്ടിട്ട് എന്താ തോന്നുന്നത്? തിരിച്ചു വരുന്നാണോ ഇല്ലെന്നാണോ? എനിക്കറിയില്ല. ചന്ദ്രമോഹൻ അങ്കിളിനോട് ചോദിച്ചാലോ? ഇവക്കെന്തിന്റെ കേടാമേ? എനിക്ക് എന്നെ ദേഷ്യം കയറി വരുന്നു. പറഞ്ഞ പോലെ നിനക്ക് എന്തിന്റെ കേടാടി? ചുമ്മാ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്നിട്ട് പൊടി. എന്നാ എനിക്കായിരിക്കും സിക്സ്ത് സെൻസ്. നിനക്ക് സിക്സ്ത് സെൻസ് അല്ല, നോൺ സെൻസാ. അതെങ്കിലും ഉണ്ടല്ലോ. പൊടി. അവളുടെ നരേന്ദ്രൻ തമ്പി തിരിച്ചു വരാതിരുന്നാ മതിയായിരുന്നു. കൽപ്പന നരേന്ദ്രൻ തമ്പിയുടെ കഥ കഴിച്ച ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ നമുക്ക്. ഒന്ന്, തമ്പിക്ക് ഈടുവെച്ച പണയാധാരം എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാം. രണ്ട്, അവളുണ്ടല്ലോ അമ്മു, അവളെ വിധവയായിട്ട് എനിക്ക് കണ്ണു നിറച്ച് കാണാം. വാ, ഞാനല്ലേ വിളിക്കുന്നേ? വാ. നിന്നെ കൊല്ലണോ വളർത്തണോന്ന് ഞാൻ തീരുമാനിക്കും. വാ. നിനക്ക് അർജുനോടുള്ള സ്നേഹത്തെ എന്റെ ആത്മാർത്ഥത കൊണ്ട് ജയിക്കാമെന്ന് ഞാൻ കരുതി. ഇപ്പോഴും കരുതുന്നു. ഞാൻ ജയിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാ. സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും പോയല്ലോ. വാക്ക് തെറ്റിക്കാത്ത ആളല്ല ഞാൻ. കാത്തിരുന്നോളാം, എത്ര കാലം വേണമെങ്കിലും.
ന്യൂസ് കാണിക്കുന്നുണ്ട്. വലിയ വാർത്തയാ. ഇവിടുന്ന് പോലീസ് സംഘം അന്വേഷിച്ചു പോയിട്ടുണ്ടത്രേ. കൽപ്പന വിളിച്ചു വരുത്തി അപായപ്പെടുത്തിയിരിക്കാനാണ് സാധ്യത എന്ന് ഒരു ചാനലിൽ പറയുന്നു കേട്ടു. അവൾ അതും ചെയ്യാൻ മടിയില്ലാത്തവളാണെന്ന് നമുക്കറിയാലോ. എത്ര വട്ടം പറഞ്ഞതാ സൂക്ഷിക്കണമൊന്നും തനിച്ച് പോണ്ടാന്നൊക്കെ. ആ വരാനുള്ളത് വഴി തങ്ങുവോ? വാർത്ത കാണണമെങ്കിൽ വെച്ചു തരാം. വേണോ? വേണോ? നീ എന്താടി പേടിപ്പിക്കാൻ നിൽക്കുവാണോ? നട്ടപ്പാരക്ക് യക്ഷി പ്രത്യക്ഷപ്പെട്ട പോലെ. യക്ഷിയെ പേടിക്കുന്ന ഒരാള്, അഥവാ ഒരു യക്ഷിയെങ്ങാനും പ്രത്യക്ഷപ്പെട്ട അതിന്റെ കഷ്ടകാലം. അപ്പോഴേ വിളിച്ച് കാറ് കയറ്റി ഊട്ടിയിലോ കോവളത്തേക്കോ കൊണ്ടുപോവല്ലോ. TV കണ്ടുകൊണ്ടിരുന്നപ്പോ എന്തായിരുന്നു വലിയ ടെൻഷൻ. ടെൻഷനോ? ആർക്ക്? നിന്റെ അച്ഛനോ? എന്റെ അച്ഛന്റെ ടെൻഷനൊക്കെ തീർന്നു. സത്യസന്ധനും സൽസ്വഭാവിയും സ്നേഹസമ്പന്നനുമായ ഒരാളുടെ കയ്യിലാണല്ലോ ഈ മകളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അച്ഛൻ ഇനി സമാധാനമായിട്ട് കാശിക്ക് പോവാം. ഓരോരുത്തർക്കും അവർ അർഹിക്കുന്ന ആളെ തന്നെ കിട്ടും. ഏയ്, അതിന് തീരെ സാധ്യതയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ താടകയും പൂതനയും ശൂർപ്പണകയും എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു രാക്ഷസിയെ ഹരീഷിന് കിട്ടിയായിരുന്നു. എന്നെ കഷായം വെച്ച് തന്ന ഒറ്റ വലിക്ക് കുടിക്കാനുള്ള വൈരാഗ്യം ഹരീഷിനുണ്ടെന്നറിയാം. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ലല്ലോ. നരേന്ദ്രൻ തമ്പിയെ കാണാനില്ലെന്ന വാർത്ത വന്നോണ്ടിരുന്നപ്പോ ടിവിയുടെ മുമ്പിലിരുന്ന് പരിങ്ങുന്നത് കണ്ടല്ലോ. നരേന്ദ്രൻ തമ്പിയെ കാണാത്തതിന് ഞാനെന്തിനാ പരിങ്ങുന്നേ? ആ, എനിക്കറിയാഞ്ഞിട്ടാ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാനാണോ നരേന്ദ്രൻ തമ്പിയുടെ ബോഡി ഗാർഡ്? ബോഡി ഗാർഡിന്റെ വിപരീത പദം പറ. നരേന്ദ്രൻ തമ്പിയെ തട്ടാനൊരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ മനസ്സില്. എനിക്ക് നരേന്ദ്രൻ തമ്പിയെ കൊല്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നോ? ദേ, വേണ്ടാതിനം പറഞ്ഞാണല്ലോ അടിച്ച് പല്ല് ഒഴിക്കും ഞാൻ. അത് കളാ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നിനക്കെന്നടി വട്ടായി പോയോ? വട്ടൊന്നുമല്ല. നരേന്ദ്രൻ തമ്പിയെ പറ്റി ഹരീഷ് പലതവണ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഞാനതൊക്കെ ഒന്നുകൂടി ഒന്ന് കൂട്ടി വായിച്ചു നോക്കി. എവിടേക്കോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ. നിന്നോട് ഞാൻ തമ്പിയെ പറ്റി എന്തു പറഞ്ഞു? ഒരു കുന്തവും പറഞ്ഞില്ല. ഹരീഷേ, എന്നോടല്ല പറഞ്ഞത്, അമ്മയോട്. തമ്പിയുടെ അഹങ്കാരം അവസാനിക്കാറായി. അധികം താമസിയാതെ അയാളുടെ ഉപദ്രവം തീരും. അവിടെ ഈടുവെച്ച പ്രമാണങ്ങളെല്ലാം അധികം വൈകാതെ ഞാൻ വീണ്ടെടുക്കും. ഇങ്ങനെ എന്തൊക്കെയാ അമ്മയോട് പറഞ്ഞിട്ടുള്ളത്. ഹരീഷ് ഒന്നും കാണാതെ അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, പിന്നെ അമ്മാവനും അനന്തരവനും തമ്മിലുള്ള ചില ഫോൺ കോളുകൾ, അതിൽ നിന്ന് ചിലതൊക്കെ എനിക്ക് വീണ് കിട്ടി. പിന്നെ കൊട്ടേഷൻ ടീമിനെ വിളിച്ചുള്ള ചില സംഭാഷണങ്ങൾ. അങ്ങനെ ഒരു സംഭാഷണം നടത്തിയിട്ടില്ല. നരേന്ദ്രൻ തമ്പിയെ കാണാതായതിന്റെ തലേ ദിവസം എറണാകുളത്ത് പോവാണെന്ന് കള്ളം പറഞ്ഞ് അമ്മാവനും അനന്തരവനും കൂടി എവിടേക്കാ മുങ്ങിയത്? ഞങ്ങൾ എറണാകുളത്തുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ വിളിച്ചപ്പോ കിട്ടിയോ? ഇല്ലല്ലോ. ഡ്രൈവറല്ലേ ഫോൺ എടുത്തത്? അമ്മ വിളിച്ചപ്പോ ഞാൻ ഫോൺ എടുത്തല്ലോ. അത് ഒരു തവണ മാത്രം. എടി, എറണാകുളത്ത് താമസിച്ചതിന്റെ ഹോട്ടൽ ബില്ലുണ്ട് എന്റെ കയ്യില്. അതൊക്കെ ഡ്രൈവർ താമസിച്ചാലും കിട്ടുമല്ലോ. ഹരീഷും ചന്ദ്രമോഹനങ്ങളും നിങ്ങളുടെ കൊട്ടേഷൻ ടീമും എല്ലാരും കൂടി ചേർന്ന്
തട്ടിയതല്ലേ തമ്പിയെ? അല്ലേ? പറ. ഡേ, നിന അലറണ്ട. പിടിച്ചു നിന്നോളണം ശരിക്കും, വീഴാതെ. ഇതൊരു മലയാളിയുടെ ഹോട്ടലാണെന്ന് തോന്നുന്നല്ലോ. അതെ സർ. ഓ, താനും മലയാളിയാണോ? സാർ, ഇത് എറണാകുളംകാർ നടത്തുന്ന ഹോട്ടലാ. തന്റെ പേരെന്താ? സന്തോഷ്. സന്തോഷേ, ഇവിടുത്തെ ലോഡ്ജിംഗ് രജിസ്റ്റർ ഒന്ന് കാണട്ടെ. നരേന്ദ്രൻ തമ്പി എന്ന് പേരുള്ള ഒരാൾ ഇവിടെ റൂം എടുത്ത് താമസിച്ചിരുന്നോ കഴിഞ്ഞ ദിവസം? ഉവ്വ് സർ, രജിസ്റ്ററിലുണ്ട് പേര്. നരേന്ദ്രൻ തമ്പി ഫ്രം പത്തനംതിട്ട, പർപ്പസ് ബിസിനസ്. രാത്രി 9:15 റൂം എടുത്തു, രാവിലെ 8:30 ചെക്ക് ഔട്ട്. അതെ സർ. അയാളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സർ. രാത്രിയിലോ രാവിലെയോ അയാളെ കാണാൻ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല സർ, അങ്ങനെ ആരും വന്നായിട്ട് അറിവില്ല. ഹോട്ടലിലെ ഫോൺ നമ്പറിലേക്ക് നരേന്ദ്രൻ തമ്പിയെ കിട്ടണമെന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും കോൾ വന്നിരുന്നോ? ഇല്ല സർ. നരേന്ദ്രൻ തമ്പി ഇവിടെ വന്നതിന് ശേഷം രാത്രിയിലോ രാവിലെയോ പുറത്തു പോകുന്നതായി കണ്ടോ? ഇല്ല സർ, ചെക്ക് ഔട്ട് ചെയ്തിട്ട് പോയതേ ഉള്ളൂ. തമ്പി ഏത് വാഹനത്തിലാണ് വന്നത്? ഒരു സ്കോർപിയോ. എവിടെയാ അത് പാർക്ക് ചെയ്തിരുന്നത്? ഞങ്ങളുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലാ സർ. തമ്പിയുടെ കാർ നമ്പർ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഉവ്വ് സർ. വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ തിരിച്ചു വന്ന് വീണ്ടും മുറിയെടുക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു? ഇല്ല സർ. രാവിലെ ചെക്ക് ഔട്ട് ചെയ്ത് പോകുമ്പോൾ നരേന്ദ്രൻ തമ്പി ആരോടെങ്കിലും സംസാരിക്കുകയോ അയാളോട് ആരെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതായി കണ്ടോ? ഇല്ല സർ. അയാൾ എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എങ്ങോട്ടെങ്കിലും പോകാനുള്ള വഴി ചോദിക്കുകയോ റൂട്ട് മാപ്പ് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ബസിലവാടി എന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്നും തിരക്കി. ശരി, എന്നിട്ട് സന്തോഷ് അത് പറഞ്ഞു കൊടുത്തോ? എനിക്കറിയില്ല സർ, ഞാൻ ആ സ്ഥലപ്പേര് കേട്ടിട്ട് കൂടിയില്ല. ഓക്കെ. നരേന്ദ്രൻ തമ്പി വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ അയാളുടെ വാഹനത്തെ പിന്തുടർന്ന് ഏതെങ്കിലും വാഹനം പോകുന്നതായി ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല സർ, അങ്ങനെയൊന്നും കണ്ടില്ല. ശരി, ഞങ്ങൾ ഇനിയും വരും. അങ്ങേയറ്റം സഹകരിക്കുക. കാരണം ഇവിടെ താമസിച്ചിരുന്ന നരേന്ദ്രൻ തമ്പി ഇവിടുന്ന് പുറത്തു പോയപ്പോൾ മുതൽ മിസ്സിംഗ് ആണ്. പോകാം സർ. തൽക്കാലം നമുക്കിവിടെ കാര്യങ്ങളൊന്നുമില്ല. വാ. മിസ്സിംഗ്? മൈ ഗോഡ്.